الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله مع الذين اتقوا والذين هم محسنون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ആത്മീയവും ഭൗതികവുമായ രണ്ട് അറിവുകളും നേടിയെടുക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട മഹത്തായ ഈ സ്ഥാപനം റോസ്ലാൻഡ് റോസ് പുഷ്പം, ലാൻഡ് ഭൂമി, ആ പുഷ്പത്തിൽ നല്ല അറിവുകളാകുന്ന തേൻ നുകരാൻ വരുന്ന വിദ്യാർത്ഥികൾ ആ തേൻ നുകർന്നെടുത്ത് സംഭരിച്ച് സമൂഹത്തിന്, രാഷ്ട്രത്തിന് ആത്മീയമായും ശാരീരികമായും വരുന്ന അറിവുകേടുകൾ എന്ന് പറയുന്ന രോഗത്തിന് ശമനം. അങ്ങനെ ഫീഹി ശിഫാഉ ലിന്നാസ്, മനുഷ്യർക്ക് തേനിൽ ശമനമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അത് തേനീച്ചകൾ പുഷ്പങ്ങളിൽ നിന്ന് തേനുകൾ സംഭരിച്ചു കൊണ്ടുവന്ന് അത് പ്രത്യേകമായി അവകൾ അത് കുടിച്ചതിന് ശേഷം, അവകൾ അത് ഏറ്റെടുത്തതിന് ശേഷം അത് വിതരണം ചെയ്യാൻ വേണ്ടി അതിന്റെ അറകളിൽ അത് സൂക്ഷിച്ചു കഴിയുമ്പോൾ ഖുർആൻ പറഞ്ഞു ഫീഹി ശിഫാഉൽ ലിന്നാസ്, മനുഷ്യന്മാർക്ക് അതിൽ ശമനം, രോഗശമനം. എന്താണ് കാരണം? ഈ തേനീച്ച സ്വന്തമായി അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുകയല്ല, അതിന്റെ പിന്നിൽ ഒരു പ്രചോദനം. തേനീച്ചക്ക് തങ്ങളുടെ റബ്ബ് സന്ദേശം അയച്ചു. അല്ലാഹു തആലയുടെ നിർദ്ദേശപ്രകാരമാണ് തേനീച്ച അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ നിർദ്ദേശം കിട്ടുന്ന ഈച്ചയായതുകൊണ്ട് തന്നെ ഈച്ച ഒരു സാധാരണ ലോക്കൽ ഈച്ചയെ പോലെയല്ല. ലോക്കൽ ഈച്ച എപ്പോഴും മലത്തിലാണ് പോയിരുന്നത്, ഇത് അല്ലെങ്കിൽ ചലത്തിലാണ് പോയിരുന്നത്. ഈ ഈച്ച തേനിലാണ്. അൽഹംദുലില്ലാഹ്, റോട്ടുമലിറങ്ങി ആലിമീങ്ങൾക്കെതിരെ, സയ്യിദന്മാർക്കെതിരെ, സാലിഹീങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ചെറിയ മക്കളെ വളർത്തുന്നവർ ഉണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ലത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അതിന് പകരം നല്ല അറിവുകൾ കുട്ടികൾക്ക് നൽകി ആ അറിവ് നേടിയ കുട്ടികൾ പിന്നീട് അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും എല്ലാം ഗുണം ചെയ്യുന്ന അവരെ നേടിയെടുത്ത ആ അറിവുകളാകുന്ന തേൻ അത് പിന്നീട് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ള
ജിജ്ഞാസ അവർക്ക് വളർത്തുകയും അവരെ മോട്ടിവേഷൻ ചെയ്ത് അവർക്ക് പ്രചോദനം നൽകി അവരെ രംഗത്തിറക്കുകയും ചെയ്യുക എന്നതാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിന് പേരിട്ട് തന്ന സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ പാണക്കാട് അല്ലെ, മർഹൂം, അല്ലാഹു തആല അവരുടെ ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഒരു മകനും ഈ അടുത്ത് മരണപ്പെട്ടു പോയി പെട്ടെന്ന്. അല്ലാഹു തആല അവർക്കൊക്കെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ വഫാത്തായി പോയ എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ആലിമീങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മറ്റും മരിച്ചുപോയി. ഇപ്പൊ ഞാൻ വരുമ്പോ മരിച്ചുപോയ 2 കുടുംബത്തെ ഞാൻ വെള്ളുവങ്ങാട് കൊണ്ട് വരുമ്പോ വിളിച്ച് ഞാൻ സമാശ്വസിച്ചു. എന്റെ നാട്ടിനടുത്ത് ഉള്ള ഒരു സ്ത്രീ, മറ്റൊന്ന് മഞ്ചേരിക്കടുത്തുള്ള വേറൊരാൾ. അതുപോലെ വേറെയും ബന്ധപ്പെട്ട പലരും മരിച്ചു. ഞാൻ വിദേശത്ത് നിന്ന് വരുന്ന വരവാണ്. അപ്പൊ കൊണ്ടോട്ടിയിൽ ഇറങ്ങിയതാണ് ഏകദേശം ഉച്ച സമയത്ത്. അതിന്റെ ശേഷം പിന്നെ അരീക്കോട് ഒരു പരിപാടി നമ്മുടെ മജ്മഇന്റെ മഗ്‌രിബിന്റെ മുമ്പ്, മഗ്‌രിബിന്റെ ശേഷം വള്ളുവങ്ങാട്, ഇവിടെ ഒരു 9 മണിക്ക് ശേഷം എത്തുന്നാ പറഞ്ഞത്. അപ്പോ അൽഹംദുലില്ലാഹ് ഇവിടെ ഇപ്പോൾ എത്തിയത്. നീണ്ട യാത്രയാണ്. വരുന്ന വഴിക്ക് പല മരിച്ചവരെയും വിളിച്ച് നമ്മൾ സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരൊക്കെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ മരിക്കുമ്പോൾ അല്ലാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, തങ്ങളവറുകൾ വെച്ച പേര് അർത്ഥവത്തായ ഒരു പേരാണ്. ഈ സ്ഥാപനം അതിന്റെ 10ാം വാർഷികമാണ്. വലിയ സന്തോഷമാണ്. ഈ നാട്ടിനും സമൂഹത്തിനും ഈ നാട്ടിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ വരുമ്പോ ഇതുവരെ പ്രസംഗിച്ച പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഏകദേശം എന്റെ അതേ ശൈലിയും എന്റെ അതേ സൗണ്ടുമാണ് ഇതുവരെ പ്രസംഗിച്ച ഉസ്താദിന്. അതുകൊണ്ട് ഇനി ഞാനിവിടെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവർക്കൊക്കെ ധാരാളം സീഡികളുണ്ട്. സൂറത്തുൽ ഹുജറാത്ത് പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബ് കാണിക്കേണ്ടതിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വവും നമ്മുടെ സ്വഭാവം സംസ്കരിക്കേണ്ടതൊക്കെ ആവശ്യങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതിന്റെ സീഡി ഒക്കെ നിങ്ങൾക്ക് കിട്ടും. കുറഞ്ഞ സമയം സംസാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ എന്ന് വരവാണ്. നാട്ടിലെത്തിയിട്ടില്ല. നാട്ടിൽ 3 ഒരാഴ്ച. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തണം. നമ്മളെല്ലാവരും യാത്ര തന്നെയാണ്. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ ഹുദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാകണം. കാരണം ഇവിടെ വന്നു പോകലാണ്, അല്ലാതെ ഇവിടെ നിലനിൽക്കൂല. നീ ഒരു വഴിയാത്രക്കാരനാണ്. നീ ഖബറാളികളെ കൂട്ടത്തിൽ നിന്നെ എണ്ണം. എല്ലാവരും പോകേണ്ട യാത്ര. ആരാണ് ഇവിടെ കാലകാലം നിൽക്കുന്നത്? ഇവിടെ ഇസ്ലാമിക് മീഡിയ മിഷന്റെ പ്രവർത്തകന്മാർ ഇവിടെ ഈ പ്രസംഗം പല നാടുകളിലും എത്തിക്കുന്നു. ഞാനിപ്പോ വരുമ്പോ അരീക്കോടിൽ നിന്ന് ആബിദിനു വേണ്ടി ദുആ നടത്തി. അല്ലാഹു ആബിദിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഇസ്ലാമിക് മീഡിയ മിഷന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു ആബിദ്. നമ്മുടെ 60ാം വാർഷിക സമ്മേളനത്തിന് പൂർണ്ണമായി മെനക്കെട്ട് നമ്മൾ 60ാം വാർഷിക സമ്മേളനം എല്ലാവർക്കും അറിയാലോ. 60ാം വാർഷിക സമ്മേളനം അതിൽ നമ്മൾ എന്താ ചെയ്തത് എല്ലാവർക്കും തുറന്ന പുസ്തകമായിട്ട് അറിയാം. 60 പാവപ്പെട്ടവർക്ക് അതോടനുബന്ധിച്ച് വീടുണ്ടാക്കി കൊടുക്കാൻ. ഞാനിപ്പോ വരുന്ന ഒരു വീട്ടിന്റെ താക്കോല് കൊടുത്തിട്ടാണ്. വള്ളുവങ്ങാട് ഒരു സാധു മനുഷ്യന് അവിടെ ഒരു വീട് നമ്മളെ പ്രവർത്തകന്മാരുണ്ടായി. ദാറുൽ ഖൈർ 60 വീട് ഒരു പ്രാഥമികമായ തുടക്കമാണ്. 600 6,000 അല്ല, ഒരുപാട് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾക്ക് വിളിച്ചു വിട്ട് ആരൊക്കെ പ്രൊഫഷണൽസ്, വ്യാപാരികൾ, കടൽ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അങ്ങനെ വിളിച്ചുകൂട്ടി. അന്യസംസ്ഥാന തൊഴിലാളികളെ വിളിച്ചു. ഇപ്പൊ കുറ്റ്യാടിയിലൊക്കെ രാവിലെ വന്നാല് ഒറ്റ മലയാളി ഉണ്ടാവില്ല. വഴി ചോദിച്ചാൽ പറഞ്ഞു തരാൻ ആരുമില്ല. ഒക്കെ ബംഗാളികളാണ്. സുബ്ഹാനല്ലാഹ്.
അവരിൽ പലരും മുസ്ലിമീങ്ങളാണ്. അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല, വുളു എടുക്കാൻ അറിയില്ല. നമ്മളെ നാട്ടിൽ നമ്മുടെ ആലിമീങ്ങളും ഉമറാക്കളും മോമിനീങ്ങളും ഒക്കെ കഠിനാധ്വാനം ചെയ്ത് ശ്രമിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാ സ്ഥലത്തും നിസ്കാരം പഠിക്കാനും വുളു പഠിക്കാനും ഖുർആൻ പഠിക്കാനും സംവിധാനം ഉണ്ടായി. അവരുടെ നാടുകളിൽ അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനെ പ്രവർത്തിക്കാൻ ആരുമില്ല. അപ്പൊ അവർക്ക് ഫാത്തിഹ അറിയില്ല, വുളു എടുക്കാൻ അറിയില്ല. അത് മുസ്ലിമീങ്ങളാണ്. അത്തരം ആളുകൾക്ക് ദീനീ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവരൊന്ന് ഒരുമിച്ച് കൂട്ടി. അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അങ്ങനെയാണ് നമ്മൾ 60-ാം വാർഷികം കഴിഞ്ഞത്. 60-ാം വാർഷികം തന്നെ വലിയൊരു സംഭവമാണ്. നമ്മളെല്ലാ സ്ഥലത്തും പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു പച്ചത്തെറിയില്ല. ചിലർ സമ്മേളനം നടത്തിയ പച്ചത്തെറിയാണ്, നമ്മൾ പച്ചക്കറിയാണ്. ആളുകൾക്ക് ഉപകരിക്കുന്ന സംഗതി മാത്രം. കാരണം നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ച് അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യും. നമ്മുടെ വാക്കുകളെ കുറിച്ച് അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യും. ലാ തസൂലു ഖദമ ഇബ്നി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ കോർപ്പറേഷന്റെയും കാല് നീങ്ങൂല. അല്ലാഹുവേ, നിങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹ്, നിന്റെ കോടതിയില് നീ ഞങ്ങളെ അടിമകളായ ഞങ്ങളെ ഉടമസ്ഥനായ നീ ഞങ്ങളെ നിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് നിന്റെ നിയമത്തുകളൊക്കെ എടുത്തു വെച്ച് ഞങ്ങളോട് ചോദ്യം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അല്ലാഹുവേ, ഞങ്ങളെ നീ ചോദിച്ച് കശക്കാതെ. നീ വലിയ റഹ്മത്തുള്ള കാരുണ്യമുള്ള രാജാവല്ലേ. ഞങ്ങളെ അങ്ങനെയുള്ള എന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കണിശമായി അല്ലാഹു ചോദ്യം ചെയ്താൽ അവൻ നശിച്ചത് തന്നെ. അങ്ങനെ ഒരു ചോദ്യം സാധുക്കളായ ഞങ്ങളെ ചോദ്യം ചെയ്യാതെ ഞങ്ങളിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്ത് നീ ഞങ്ങൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് നീങ്ങാൻ ഭാഗ്യം തരണേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ലാ തസൂലു ഖദമ ഇബ്നി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളെ കാലും നീങ്ങൂല. അൻ ഉംരിഹി ഫീമ അഫ്നാ. അവനവന്റെ ആയുസ്സുകാലം ഏത് വിഷയത്തിലാണ് നശിപ്പിച്ചത് എന്ന് റബ്ബിന്റെ ചോദ്യമാണ്. നമ്മുടെ ആയുസ് വളരെ വില പിടിച്ചതാണ്. അത്ര വിലയുള്ള മറ്റൊരു സംഗതി നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം നമുക്കറിയാം, 100 രൂപ കയ്യിലുണ്ടെങ്കിൽ കച്ചവടം ചെയ്താൽ അതാ 110 120 200 300 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കും. അതുപോലെ തന്നെ നോക്കും, നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മളുടെ ധനം വർദ്ധിപ്പിക്കാൻ സാധിച്ചേക്കും. ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന ആളുകളെ സ്നേഹം വർദ്ധിപ്പിക്കാൻ, അവർക്ക് ഖിദ്മത്തുകൾ ചെയ്തു കൊടുത്താൽ അവരെ സ്നേഹം ചെയ്യും. അങ്ങനെ പലതും നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ നിശ്ചയിക്കപ്പെട്ട ആയുസ് ഒരു സെക്കൻഡ് പോലും വർദ്ധിപ്പിക്കാൻ ഒരു രാജാവിനും സാധ്യമല്ല, ഒരു പണക്കാരനും സാധ്യമല്ല, ഒരു ആരോഗ്യമുള്ളവനും സാധ്യമല്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ആയുസ് അങ്ങ് തീർന്നു പോകും. ആ ആയുസ്സിന് ഏത് വിഷയത്തിൽ നശിപ്പിച്ചു തീർത്തു? പടച്ച റബ്ബിന്റെ അടുക്കൽ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നീ ഐസും കട്ട വിൽക്കാൻ വേണ്ടി പോയ ഒരു വിഡ്ഢിയെ പോലെ ആകരുത്. അദ്ദേഹം ഐസും കട്ട വിറ്റിട്ട് വേണം അദ്ദേഹത്തിന്റെ വീട്ടിൽ അരി വാങ്ങാൻ. പക്ഷേ ഐസും കട്ടയും കൊട്ടയിലിട്ട് കൊണ്ടുവന്ന ഐസും കട്ട അദ്ദേഹം അങ്ങാടിയിലെത്തിയപ്പോ അങ്ങാടിയിൽ പല അത്ഭുതങ്ങളുമുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെ കാണാൻ ഉദ്ദേശിച്ച മനുഷ്യൻ ആ ഐസും കൊട്ടയും ഒരു സ്ഥലത്ത് ഇറക്കി വെച്ചു. എന്നിട്ട് അദ്ദേഹം പിന്നെ അവിടെ കളി കാണാൻ പോയി, അങ്ങാടിയുടെ ഭംഗി നോക്കാൻ പോയി, അവിടെ നടക്കുന്ന മീറ്റിംഗ് പങ്കെടുക്കാൻ പോയി. അങ്ങനെ അങ്ങാടികളിലെ പഴുവൻ പരിപാടികളിലും പങ്കെടുത്തു.
അങ്ങനെ അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് അരി വാങ്ങിപ്പോകേണ്ട സമയമായപ്പോ അദ്ദേഹത്തിന്റെ ഐസും കട്ടയുടെ സമീപത്ത് വന്നു. ഐസും കട്ട വിറ്റിട്ട് വേണം അരി വാങ്ങാൻ. പക്ഷേ വന്നു നോക്കുമ്പോൾ ഐസും കട്ട കാണാനില്ല. മുഴുവനും അത് അലിഞ്ഞലിഞ്ഞ് ഒലിച്ചു തീർന്നുപോയി. നിനക്ക് പോകേണ്ട ഒരു യാത്രയുണ്ട്. ആ യാത്രക്ക് ആവശ്യമായ എല്ലാം ഇവിടുന്ന് ഒരുക്കിക്കൊള്ളണം. അതൊരുക്കാൻ നിനക്ക് തന്ന ആയുസ്സുണ്ടല്ലോ, അത് ഐസും കട്ട തീരും പോലെ ഓരോ സെക്കൻഡിലും ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് തീരുകയാണ്. അത് തീരുന്നതിന് മുമ്പ് വേണം നിനക്ക് കാലകാലം താമസിക്കാനുള്ള ലോകത്തേക്ക് സമ്പാദിച്ചുണ്ടാക്കാൻ. നീ ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളും ദുനിയാവിന്റെ കളികളും ദുനിയാവിന്റെ പ്രശ്നങ്ങളും ദുനിയാവിന്റെ വിഷയങ്ങളുമായി നിന്റെ സമയം ചെലവഴിച്ചിട്ട് പാരത്രിക ലോകത്തേക്ക് സമ്പാദിക്കാതിരുന്നാൽ ഈ ഐസും കട്ട അലിഞ്ഞു തീർന്നു പോയ മനുഷ്യൻ ഇനി ഞാൻ വീട്ടിലേക്ക് പോകലെങ്ങനെ എന്ന് ചിന്തിക്കുന്നത് പോലെ മരിക്കുന്ന സമയത്ത് ഞാൻ ഇനി നല്ലതൊക്കെ ചെയ്തോളാം എന്ന് നീ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ആയുസ് വളരെ വില പിടിച്ചതാണ്. ആയുസ്സിനെ സംബന്ധിച്ച് ചോദ്യമാണ്. ആയുസ്സിൽ തന്നെ പല ഘട്ടങ്ങളുണ്ടല്ലോ. ചെറിയ പിഞ്ചു കുഞ്ഞായിരുന്ന ഘട്ടങ്ങളുണ്ട്. അതേ, അന്ന് നീ ഔറത്ത് മറിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, അന്ന് നീ എന്ത് ചെയ്താലും പ്രശ്നമില്ല. പ്രായം പൂർത്തിയാകുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യമില്ല, ജനങ്ങൾക്കിടയിലും ചോദ്യമില്ല. നീ പിഞ്ചുകുട്ടിയാണ്. എന്നാ പ്രായമായതിനു ശേഷമുള്ള സമയത്തെ കുറിച്ചാണ് ചോദ്യം. എന്നാൽ ആ പ്രായം പൂർത്തിയാകുന്ന 15 വയസ്സായിട്ടോ, അല്ലെങ്കിൽ അതാ മെൻസസ് ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ അതുപോലെ ജനാപത്തുണ്ടായിട്ടോ നിനക്ക് അതേ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പ്രാപ്തിയെത്തിയ സമയം മുതൽക്ക് നിന്റെ ഓരോ വിഷയങ്ങളെ കുറിച്ചും ചോദ്യമുണ്ട്. ആ സമയം നിനക്ക് ആരോഗ്യമുണ്ടാകുന്ന സമയം, വളർന്നു വരുന്ന സമയമാണ്. ആ വളർന്നു വരുന്ന സമയം ഉയർന്നുയർന്ന് യുവത്വത്തിലേക്ക് പ്രാപിക്കുമ്പോ നിനക്ക് എന്തിനും കഴിയുന്ന സമയമാണ്. ആ സമയത്തെ കുറിച്ച് പ്രത്യേകം ചോദ്യമുണ്ട്. യുവത്വത്തെ സംബന്ധിച്ച് പ്രത്യേകം ചോദ്യമുണ്ട്. അതെങ്ങനെയാണ് തീർത്തു കളഞ്ഞത്? എവിടെയാണ് നശിപ്പിച്ചത്? ചോദ്യമുണ്ട്. നമുക്കറിയാം, പ്രായമുള്ള പശു, അതിന് പാല് കുറഞ്ഞാൽ ആരും കംപ്ലൈന്റ് പറയൂല. പ്രായമുള്ള തെങ്ങിന്റെ മേലെ തേങ്ങ കുറഞ്ഞാലോ തേങ്ങ വലിപ്പം കുറഞ്ഞാലോ ആരും കുറ്റം പറയൂല. നേരെ മറിച്ച് തൈത്തെങ്ങ് അങ്ങനെയല്ല. തൈത്തെങ്ങിന്റെ മേലെ ധാരാളം തേങ്ങ വേണം, ഉള്ള തേങ്ങ വലിപ്പം വേണം. അതുപോലെ തന്നെ ഒരു പശുവാണെങ്കിൽ അതേ പ്രസവം 1 or 2 ആണ് കഴിഞ്ഞതെങ്കിൽ ആ പശുവിന് നല്ല പാല് വേണം. പ്രായമുള്ള പശുവിന് പാലില്ലെങ്കിൽ കംപ്ലൈന്റ് ഇല്ല. എന്നതുപോലെ യുവാക്കളെ, ഈ ഭൂമി ലോകത്ത് അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തന്ന സമയം, നമുക്ക് എന്തിനും സാധിക്കുന്ന സമയം, പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന് കാൽമുട്ടിന് വേദനയില്ല, ഊരവേദനയില്ല, നടക്കാൻ പ്രയാസമില്ല. ആ സമയത്ത് സുബഹിക്ക് പള്ളിയിൽ പോയോ ഇല്ലേ? ആ സമയത്ത് ദുഹറിന്റെ ജമാഅത്തിന് പങ്കെടുത്തോ ഇല്ലേ? പ്രായമുള്ള ഒരു മനുഷ്യന് കാൽമുട്ട് വേദനയായി അല്ലെ ഊരവേദനയായി നടക്കാൻ കഴിയുന്നില്ല. അവനതാ പ്രയാസമുള്ളവനാണ്. അവന്റെ യുവത്വത്തിൽ അവൻ പോയവനായിരുന്നുവെങ്കിൽ അവനതാ പെൻഷൻ ലഭിക്കുന്നു. യുവത്വത്തിൽ അവൻ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം പ്രായമായതിനു ശേഷം അവന് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഒഴിഞ്ഞു പോയാലും അല്ലാഹു തആല നേരത്തെ ചെയ്തതുപോലെ പ്രതിഫലം കൊടുക്കുന്നു. അല്ലാഹു വലിയ കാരുണ്യമുള്ള രാജാവാണ്.
ഫീമ അബ്ലാ. അതിന് യുവത്വത്തിൽ അല്ലാഹുവിന്റെ വഴിയിൽ യുവത്വം ചെലവഴിക്കണം. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? ഇവിടെ പ്രത്യേക പേരില്ലേ? ചവിട്ടാണിക്കുന്ന്. ഒളവട്ടൂര് ചവിട്ടാണിക്കുന്ന്. ചവിട്ടാണിക്കുന്നിൽ ഇപ്പോ സുബ്ഹാനല്ലാഹ് ഒരു ക്രിക്കറ്റ് അല്ലേ വോളിബോൾ മത്സരാണെങ്കിൽ ഈ എത്ര ആളുണ്ടാവും അല്ലേ? അതേ സമയത്ത് അല്ലാഹു ഭാഗ്യം കൊടുത്തവർക്ക് ഇൽമിന്റെ സഹസ്രങ്ങൾ അല്ലേ? നമ്മളെ സമയം, ആ സമയം പ്രത്യേകിച്ച് യുവത്വം, ആ യുവത്വം നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൊണ്ടുപോയി നശിപ്പിക്കുന്നതിന് പകരം ഞാൻ ചെയ്യുന്നതൊക്കെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് ഫലവത്താകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യണം. അത്തരം കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്ന യുവാവിന് അർശിന്റെ തണല് കിട്ടുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൻ ശബാബിഹി ഫീമ അബ്ലാ. യുവത്വത്തെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ പ്രത്യേക ചോദ്യമാണ്. ഓ പെൺകുട്ടികളെ, യുവാക്കളെ, യുവത്വത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കൂ. ഞാൻ സങ്കടം പറയട്ടെ, പ്രായം ചെന്ന ഉമ്മമാര് ശരീരമാസകലം മറച്ച് തട്ടവും പുതച്ച് പർദ്ദയും ധരിച്ച് പോകുമ്പോ 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികൾ തലമറക്കാതെ, അഥവാ മറച്ചെങ്കിൽ തന്നെ തലമുടിയുടെ കളറ് കാണുന്ന തട്ടം കൊണ്ട് ഒന്ന് മൂടിയിട്ട് അള്ളാനെ പറ്റിക്കാൻ വേണ്ടിയുള്ളൊരു തട്ടം. സുബ്ഹാനല്ലാഹ്, അള്ളാനെ പറ്റിക്കാൻ കഴിയോ? തലമുടിയുടെ കളറ് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന തുണി കൊണ്ട് തലമറച്ചിട്ട് എന്താ കാര്യം? അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വലിയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. സ്ത്രീകൾ അവരെ മാറിടം കാണിക്കാൻ പാടില്ല, കഴുത്ത് കാണിക്കാൻ പാടില്ല, തലമുടി കാണിക്കാൻ പാടില്ല. അവരവരുടെ മുഖമക്കരങ്ങൾ താഴ്ത്തിയിട്ടോളണം. അവരുടെ കഴുത്തോ തലയോ അതുപോലെ മാറിടമോ മറ്റൊരാള് കാണാൻ പാടില്ല. മുഖവും മുൻകൈയും അടക്കം മറക്കണമെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. ഇനി അഥവാ അത് മറക്കൽ നിർബന്ധമില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിൽ തന്നെ അവരും പറഞ്ഞില്ലേ, മുടി പൂർണ്ണമായി മറക്കണം, കഴുത്ത് മറക്കണം, അതേ മാറ് മറക്കണം, കൈത്തണ്ട മറക്കണം, കാല് മറക്കണം. തർക്കമുണ്ടോ പണ്ഡിതന്മാർക്ക്? പക്ഷേ അല്ലാഹുവിന്റെ ദീൻ അംഗീകരിച്ച മുസ്ലിം സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ട് കൈത്തണ്ട മറ്റുള്ളവർക്ക് കണ്ട് രസിക്കാൻ കഴിയുന്ന വിധം കൈത്തണ്ടയും അതുപോലെ കഴുത്തും മാറും തലയും ഒക്കെ മറ്റുള്ളവർ കാണുന്ന വിധം ഇറങ്ങി നടക്കുന്ന യുവതികളില്ലേ? ഇന്നാ ലില്ലാഹ്. യുവത്വം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കൂ പെൺകുട്ടികളെ. യുവത്വം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കൂ ആൺകുട്ടികളെ. അനാവശ്യ ചിന്തകൾക്ക് പകരം അല്ലാഹുവിലേക്ക് പോകണമെന്ന ചിന്തയിൽ ജീവിക്കൂ. യുവത്വത്തെ കുറിച്ച് പ്രത്യേകം ചോദ്യമാണ് റബ്ബിന്റെ അടുക്കൽ. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണിത്, വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാലമാണിത്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മറികടന്നുകൊണ്ട് പലരും അവരുടെ കാര്യലാഭത്തിനും അവരുടെ തടീച്ചയ്ക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കാലമാണിത്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാരെ പിന്നെ ഉറച്ചു നിൽക്കണം, പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, പലരും പല വിധത്തിലും ഇറങ്ങുന്ന കാലമാണിത്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, എന്നോടൊരാള് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ശൈഖാണെന്നും പറഞ്ഞു ഒരാളെ തരീഖത്ത് സ്വീകരിച്ചു പോൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ശൈഖിനോട് ചോദ്യവും മറുപടിയും ഒക്കെ ഫോണിൽ ഇങ്ങനെ നിരന്തരം നടന്നു. കുറച്ചു കഴിഞ്ഞ പിന്നെ സ്വന്തം ഭർത്താവ് വേണ്ട, ശൈഖാ വേണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ രൂപത്തിൽ യുവതികളെയും യുവാക്കളെയും വഴിപിഴപ്പിക്കുന്ന എത്രയോ ഏജൻസികൾ പ്രവർത്തിക്കുന്ന കാലമാണ്. ഇൽമുമായി ബന്ധം വേണം. പലപ്പോഴും ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും ചിലര്. അത്ഭുതം കാണുമ്പോ സാധുക്കൾ പെട്ടുപോകും.
അത്ഭുതം കാണിക്കാൻ പലപ്പോഴും ശൈത്താനിന് ജിന്ന് സേവന കൊണ്ട് പല അത്ഭുതങ്ങളും ചിലപ്പോൾ കാണിക്കാൻ കഴിഞ്ഞേക്കും. ശൈത്താനിന്റെ പ്രവർത്തന അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞേക്കും. അത് കാണുമ്പോ അതൊക്കെ കറാമത്താണെന്ന് വിചാരിക്കണ്ട. ഹന്നാസവരെ ചതിപ്പാനായി ചെന്നരെ ബിലീസെ ചാച്ചി കീഴത്തിയ ചോബർ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെടുക്കൽ അത്ഭുതവും കൊണ്ട് ചെന്നില്ലേ ഇബ്ലീസ്. സുബ്ഹാനല്ലാഹ്. 25 ചുറ്റി നടന്നോവർ ഇരിയന്നേകൾ കേട്ടരയിരുന്നോവർ 25 കൊല്ലത്തോളം ചുറ്റിക്കറങ്ങി അല്ലാഹുവിന്റെ സാലിഹീങ്ങളെ കണ്ടും സിയാറത്ത് ചെയ്തു, മഹാന്മാരെ സന്ദർശിച്ചും ഇൽമു പഠിച്ചും ഒക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുമ്പോ വെള്ളമില്ലാതായിക്കുന്നു, വിശക്കുന്നു. മേൽഭാഗത്തുനിന്ന് ഒരു തളിക ഇങ്ങനെ ഇറങ്ങി വരുന്നു. ആ തളിക സമീപത്തെത്തി നോക്കുമ്പോ വെള്ളിത്തളികയാണ്, വെള്ളിയുടെ തളികയാണ്. സുബ്ഹാനല്ലാഹ്. വെള്ളിയുടെ തളിക ഉപയോഗിക്കാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രം ഉപയോഗിക്കാൻ പാടില്ല. ഈ വെള്ളിത്തളികയും വെള്ളം അതെടുത്ത് കഴിക്കാൻ പറ്റൂലല്ലോ, കാരണം വെള്ളിത്തളിക ഉപയോഗിക്കാൻ പറ്റൂല, അത് ശരീഅത്തിന്റെ നിയമമല്ലേ. വിവരമില്ലാത്തവരുടെ തടീച്ചയെ പിന്തുടരരുത്, ശരീഅത്ത് പിന്തുടർന്ന് ജീവിക്കണം. നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ നിർദ്ദേശം അങ്ങനെയല്ലേ. ഖുർആൻ ആ നബി തങ്ങളെ പിന്തുടരാനല്ലേ നമ്മളോട് നിർദ്ദേശം. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്ന് പറയാനല്ലേ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് അനുസരിച്ചുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്. ആ ശരീഅത്തിന്റെ നിയമപ്രകാരം വെള്ളിത്തളിക ഉപയോഗിച്ചൂടാ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എല്ലാവരും എഴുന്നേറ്റ് ദിക്ർ ചൊല്ലണം. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ദിക്റാണ്. അല്ലാഹ് നമുക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹ് നമുക്ക് സാക്ഷിയാണ്, അല്ലാഹ് നമ്മളിലേക്ക് നോക്കുന്നവനാണ്. അല്ലാഹു തആല നമ്മുടെ എന്റെ കൂടെയാണ്. അല്ലാഹുവിന്റെ സഹായമില്ലാതെ വല്ലതും നടക്കുവോ? അല്ലാഹുവിന്റെ സഹായമല്ലേ തങ്ങൾക്ക്. മഹാനവറുകൾ ഇങ്ങനെ പോകുമ്പോ മേൽഭാഗത്ത് ഇങ്ങനെ വെള്ളിത്തളികയിൽ വെള്ളം വരുന്നു. മഹാനവറുകൾ ചിന്തിക്കുന്നു, വെള്ളിയുടെ തളിക ഉപയോഗിക്കാൻ പറ്റൂലല്ലോ, ശരീഅത്തിനെതിരെ ഒന്നും പറ്റൂലല്ലോ. അപ്പൊ ആ തളികയുടെ ഉള്ളിൽ നിന്ന് ശബ്ദം, ഓ അബ്ദുൽ ഖാദിർ ജീലാനി, അഹല്ലല്ലാഹു ലക മാ ഹറമ ലിഗൈരിക, മറ്റുള്ളവർക്ക് ഹറാമാക്കി കൊടുത്ത കാര്യം നിങ്ങൾക്ക് അല്ലാഹ് ഹലാലാക്കി തന്നിരിക്കുന്നു. നിങ്ങൾ അത്രയും അല്ലാഹുവായിട്ട് അടുത്തില്ലേ, അതുകൊണ്ട് അല്ലാഹ് നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. പോടാ പോടാ പോടാ, അതിവിടെ നടക്കൂല. വിവരമില്ലാതെ ശൈഖാൻ പോയതല്ല, വിവരമില്ലാതെ ത്വരീഖത്ത് കൂടിയതല്ല, ഈ ഇൽമു പഠിച്ചിട്ടാണ് ദീനീ രംഗത്ത് വന്നത്. പോടാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അല്ലാഹു തആല ഹറാമൊക്കെ ഹലാലാക്കി കൊടുത്തിട്ടില്ല. പിന്നെയാണോ എനിക്ക് ഹറാമൊക്കെ ഹലാലാക്കി തരാൻ? അത് എന്റെ അടുക്കൽ നടക്കൂലടാ. സവേരെ ചതിപ്പാനായി ചെന്നരെ ഇബ്ലീസ് ചാച്ചി കിടത്തിയച്ചോവരു. ശൈത്താൻ പറഞ്ഞു, ഞാൻ എത്ര എത്ര തരീഖത്തിൽ കടന്ന മഹാന്മാരെ ഇങ്ങനെ ചതിച്ചിട്ടുണ്ട്, നിങ്ങളടുക്കൽ എന്റെ പരിപ്പ് ബന്ധില്ല, എന്റെ ഈ കുതന്ത്രം എനിക്ക് വിജയിച്ചില്ല. സുഹൃത്തുക്കളെ, അത്ഭുതങ്ങൾ കാണുമ്പോ പെൺകുട്ടികൾ ചിലപ്പോ പെട്ടുപോകൂലേ, ആൺകുട്ടികൾ പെട്ടുപോകൂലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആലിമീങ്ങളെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നമ്മൾ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണേ. ചെറുപ്പക്കാരെ എല്ലാവരും ഇരുന്നോളി. സുഹൃത്തുക്കളെ, ഇൽമാണ് വലുത്, ഇൽമിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, ആലിമീങ്ങളെയാണ് അംഗീകരിക്കേണ്ടത്. ഇരിക്കട്ടെ, വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ പ്രത്യേകം അതാ
അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. ഓരോ മനുഷ്യനെയും യുവത്വം ഏത് വിഷയത്തിൽ നശിപ്പിച്ചു എന്ന് റബ്ബിന്റെ അടുക്ക ചോദ്യമുണ്ട്. അപ്പോൾ റബ്ബേ, ഞാൻ SYS-ന്റെ ഒരു പ്രവർത്തകനായിരുന്നു, ഞാൻ SSF-ന്റെ ഒരു പ്രവർത്തകനായിരുന്നു, ഞാൻ നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചതാണ്, സാന്ത്വനത്തിനു വേണ്ടി അധ്വാനിച്ചതാണ്, ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉയർത്താൻ വേണ്ടി അധ്വാനിച്ചതാണ്, ഞാനൊരു മദ്രസ സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിച്ചതാണ്. സ്കൂള് ആണെന്ന് പറഞ്ഞെങ്കിലും അത് മദ്രസയും കൂടിയാണ്. സ്കൂളിൽ പോയിട്ട് ഞങ്ങളെ മക്കൾക്ക് ദീനില്ലാതെ ആയിക്കൂടാ, അവർക്ക് ദീനും കൂടി പഠിക്കുന്ന സ്കൂളുകൾ ഉണ്ടാകണം, അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ചതാണ്, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ഖൽബറിയുന്നവനാണ് അല്ലാഹു തആല. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ നമ്മൾ പ്രവർത്തിച്ചത്? വെറുതെ ആകൂല. ലാ യുദിഉ അജ്റ മൻ അഹ്സന അമലാ. അല്ല, കാര്യം കിട്ടാനോ പേര് കിട്ടാനോ പ്രശസ്തിക്ക് വേണ്ടിയോ ആണോ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം തരൂല. ഇന്നമൽ അമാലു ബിന്നിയാത്ത്. നിയ്യത്തനുസരിച്ചാണ് ഏത് അമലും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാകുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ നിയ്യത്തുകൾ നന്നാക്കി തരണം റഹ്മാനേ, ഞങ്ങളെ അമലുകൾ സ്വീകരിക്കണം റഹ്മാനേ. യുവാക്കളെ, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് കൃത്യമായി നിസ്കരിക്കണം. സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. കഴിയുമെങ്കിൽ സുബ്ഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കണം. تحت الهجرة كسح مترف الدمي. പകല് സമയത്ത് വികാസെടുത്ത് കൊത്തിയിട്ട് കിടങ്ങ് കീറുമ്പോൾ പട്ടിണി കിടക്കുന്നതിനാൽ വയറൊട്ടി പിടിച്ചിട്ട് ആ വയറ്റിന്റെ മേലെ കല്ല് വെച്ച് കിട്ടിയിട്ട് ദീനീ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നേറിയ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിർവഹിച്ച് വലംതു സുന്നതമൽ അഹ്യല്ലമയില അനിസ്തകത് ഖദമാ വദർമിൻ വറമി. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദാഇ من أبدا على حبيبك خير الخلق كلهم. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിർവഹിച്ച് അവിടുത്തെ കാലിന്റെ മേലെ ഹത്താ തവറത്ത് ഖദമാ, 2 കാലിലും നീര് കെട്ടി വീർത്തുപോയി. സുബ്ഹിന് മുമ്പ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ? കാരണമെന്നാലേ മുതഅല്ലിമീങ്ങളെ, മുഅല്ലിം സുഹൃത്തുക്കളെ, യുവാക്കളെ, ഉമ്മമാരെ, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നതിന്റെ പുറമെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാൻ നോക്കൂ, കുടുംബബന്ധം ചേർക്കാൻ നോക്കൂ, അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ നോക്കൂ, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ നോക്കൂ, കുട്ടികളോട് കാരുണ്യം കാണിക്കാൻ നോക്കൂ, ഭാര്യമാരെ സ്നേഹിച്ച് അവർക്ക് സ്നേഹം പങ്കിടാൻ നോക്കൂ, ഭാര്യയെ പീഡിപ്പിക്കല്ല, ഭാര്യയെ ചീത്ത പറയല്ല, ഭാര്യയുടെ ബാപ്പാനെയും ഉമ്മാനെയും പറയല്ല, ഭാര്യയുടെ പൊന്നെങ്ങനെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് കാശാക്കി കാശ് ദൂർത്തടിച്ച് തീർക്കല്ല, ഭാര്യയെ ദ്രോഹിക്കല്ല, ഭാര്യയെ വിഷമിപ്പിക്കല്ല. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവര് ഫാമിലിക്ക് നല്ലവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. ഓ ചെറുപ്പക്കാരെ, സ്വന്തം ബാപ്പയും ഉമ്മയും അവഗണിക്കല്ല. ബാപ്പ ഉമ്മ വലിയ സംഭവമാണ്. അവരല്ലേ നമ്മുടെ മനം പേറിയത്,
അവരല്ലേ നമ്മുടെ കവം നീക്കി തന്നത്, അവരല്ലേ നമ്മളെ കുളിപ്പിച്ചത്, അവരല്ലേ പോറ്റി വളർത്തിയത്, അവരല്ലേ ഭക്ഷണം വാരി തന്നത്, അവരല്ലേ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത്, അവരല്ലേ നമ്മളെ വളർത്തി സ്ഥാനത്തെത്തിച്ചത്, അവരല്ലേ നമുക്ക് ഭാഷ പഠിപ്പിച്ചത്. അവരോട് എത്രയാ കടപ്പാട് പറഞ്ഞു തീർക്കാൻ കഴിയോ? ബാപ്പ ഉമ്മേ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ച് ജീവിക്കൂ യുവാക്കളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ഉമ്മമാരെ. അതേപോലെ എന്റെ ഉമ്മമാരെ, നിങ്ങളെ പ്രിയപ്പെട്ട ആൺമക്കളിലെ ആ ആൺമക്കളോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ? ആ സ്നേഹം നിങ്ങൾ അവരെ ഭാര്യമാരോട് പ്രകടിപ്പിക്കൂ. സ്വന്തം മകനോട് വലിയ സ്നേഹമാണ്, മകന്റെ ഭാര്യയോട് വലിയ വെറുപ്പാണ്. അങ്ങനത്തെ ദുഷിച്ച സ്വഭാവമുള്ള ചില ഉമ്മമാരില്ലേ, ആ സ്വഭാവം വലിച്ചെറിയൂ. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം മക്കളുടെ സ്നേഹം കിട്ടണമെങ്കിൽ അവരുടെ ഭാര്യമാരോട് നിങ്ങൾ സ്നേഹം കാണിക്കണം. അപ്പോഴല്ലേ ആ ചെറുപ്പക്കാർക്ക് നിങ്ങളോട് വലിയ സ്നേഹം ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, അന്യനാട്ടിൽ നിന്നൊരാൾ വന്നാൽ നമുക്ക് അതിഥിയല്ലേ. ഞാനിവിടെ നിങ്ങളെ നാട്ടിൽ വന്നു, നിങ്ങളെ നാട്ടുകാർ തമ്മിലുള്ളതിനേക്കാൾ എന്നോട് നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കൂലേ? കാരണം ഞാൻ നിങ്ങളെ അതിഥിയാണ്. നിങ്ങൾ കുറ്റ്യാടിയിൽ വന്നാൽ ഞാൻ അങ്ങോട്ട് കാണിച്ചില്ലേ, നിങ്ങൾക്ക് പ്രതിഷേധാവൂലേ? സ്വാഭാവികമല്ലേ? എങ്കിലും നമ്മളെ സ്വന്തം വീട്ടിലുള്ള നമ്മളെ സ്വന്തം പെൺകുട്ടികളെക്കാൾ മറ്റൊരു വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയോട് നമ്മളൊരു അതിഥിയോട് പെരുമാറും പോലെ പെരുമാറുകയല്ലേ യഥാർത്ഥ രീതി? അതല്ലേ ശരിയായ സ്വഭാവം? അതിന് പകരം മകന്റെ ഭാര്യയോട് എന്തെങ്കിലും ഒന്ന് വേണ്ടാത്തത് ചെയ്തിട്ട് അടങ്ങൂ എന്ന നിലക്ക് ദുഷിച്ച ചിന്തയുള്ള ഉമ്മമാരാകരുത്. നമ്മൾ അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം ഉമ്മമാർക്കുണ്ടാകണം. സുബ്ഹാനല്ലാഹ്, ഭാര്യയ്ക്ക് വരുമ്പോഴേക്ക് ഉമ്മാനെ വലിച്ചെറിയുന്ന മക്കളാകരുത്. ഉമ്മ അത് വല്ലാത്ത വിഷയമാണ്. അതേ അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടയാണ് സ്വർഗം എന്നല്ലേ നബി വചനം. അത് ഓർമ്മയിൽ വേണേ ചെറുപ്പക്കാരെ. ഓ പെൺകുട്ടികളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ബാപ്പ ഉണ്ടെങ്കിൽ, നിങ്ങളെ ഉമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ട പരിചരണം നടത്തി കൊടുക്കൂലേ? പ്രായമുള്ള ബാപ്പ ഉമ്മക്ക് നിങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ഭർത്താവ് സൗദിയിലോ ഖത്തറിലോ ദുബായിലോ പോയി നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയല്ലേ? നിങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും നിങ്ങളെ മക്കളെയും പോറ്റാനല്ലേ? ആ ഭർത്താവിന്റെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടൽ എപ്പോഴാണ്? നിങ്ങൾ ഭർത്താവിന്റെ ഉമ്മാക്ക് വേണ്ട പരിചരണം ചെയ്തു കൊടുക്കുമ്പോ, നിങ്ങൾ ഭർത്താവിന്റെ ബാപ്പയ്ക്ക് വെള്ളം ചൂടാക്കി കൊടുക്കുമ്പോ, ഭർത്താവിന്റെ ബാപ്പയ്ക്ക് അവര് പറയുന്ന സമയത്ത് ചായയും കാപ്പിയും എത്തിക്കുമ്പോ ഭർത്താവിന് നിങ്ങളോടുണ്ടാകുന്ന സ്നേഹം എത്രയാണ്? എന്റെ പ്രതിനിധിയായ എന്റെ ഭാര്യ എന്റെ ബാപ്പയെ നോക്കുന്നു, എന്റെ ഉമ്മയെ നോക്കുന്നു. എന്റെ കടപ്പാട് എനിക്ക് വീട്ടാൻ കഴിയാത്ത, ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അതിനെന്നെ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ. എന്തായിരിക്കും ആ ഭർത്താവിന്റെ സന്തോഷം? ആ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി നിങ്ങൾ ഭരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ മാത വസൗജുഹാ അൻഹാറാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിൽ കടന്നു. ഭർത്താവിന്റെ ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തം വാങ്ങി, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കാൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ പെൺകുട്ടികളെ. അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ ഓരോ സമയത്തെ കുറിച്ചും ചോദ്യമുണ്ട്. وعن ماله من أين اكتسبه وفيما أنفقه. സമ്പത്തിനെ കുറിച്ച് പ്രത്യേകം ചോദ്യമുണ്ട്. നിന്റെ സമ്പത്ത് നീ എങ്ങനെ സമ്പാദിച്ചു? നീ ഹറാമിലൂടെയാണോ സമ്പാദിച്ചത്? നീ പലിശ വാങ്ങിയതാണോ, കൊടുത്തതാണോ, കട്ടതാണോ, കട്ടെടുത്തതാണോ, മുതലാളിയെ വഞ്ചിച്ചതാണോ? ചോദ്യമുണ്ട്. എങ്ങനെ സമ്പാദിച്ചു? ചോദ്യമുണ്ട്. എതിരെ എവിടെ എത്ര ചെലവഴിച്ചു? ചോദ്യമുണ്ട്. പട്ടിണി കിടക്കുന്നവർ ലോകത്തെത്രയുണ്ട്, വസ്ത്രമില്ലാത്തവർ ലോകത്തെത്രയുണ്ട്. സുബ്ഹാനല്ലാഹ്.
പടച്ച റബ്ബേ, യമനിലും ഫലസ്തീനിലും ഇറാഖിലും അങ്ങനെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഞങ്ങളെ സഹോദരന്മാര് സഹോദരിമാര് പട്ടിണി കിടക്കുന്നു, വസ്ത്രമില്ലാതെ വിഷമിക്കുന്നു. വലിയ ബോംബുകൾ വന്ന് അവരുടെ തലയിൽ പതിക്കുന്നു. ഞങ്ങളെ സഹോദരൻ നൽകണേ അല്ലാഹ്. തങ്ങൾ പ്രശ്നവും തരാതെ സുരക്ഷിതരായി ഞങ്ങളെ ഈ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ, മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, ഞങ്ങളെ നാടുകളിൽ നീ എത്രയോ സുഖസുന്ദരമായി ജീവിപ്പിക്കുന്നു. നിനക്ക് എത്രയാണ് റബ്ബേ ഞങ്ങൾ നന്ദി ചെയ്യേണ്ടത്. നന്ദി കേടിന് മാപ്പ് തരണം അല്ലാഹ്. നന്ദി ചെയ്യാനുള്ള ഭാഗ്യം തരണമല്ലാ. ഒരു നയാക്കാശ് ഹറാമായ വഴിയിൽ സമ്പാദിക്കണ്ട. ഒരു നയാക്കാശ് പടച്ച റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയുമ്പോൾ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ചു പോകണ്ട. സിനിമക്ക് ചെലവഴിക്കണ്ട, കള്ളിന് ചെലവഴിക്കണ്ട, ഹറാമിന് വേണ്ടി ചെലവഴിക്കണ്ട. കണക്ക് പറയണം. അവനവന്റെ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കിയെന്നും എവിടെ ചെലവഴിച്ചെന്നും വരവും ചെലവും കണക്ക് റബ്ബിന്റെ മുമ്പിൽ പറയണം. പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്നതിനെ കുറിച്ച് മറുപടി പറയണം. ആർക്കാണറിയാത്തത് നിസ്കരിക്കണം, ആർക്കാണറിയാത്തത് നോമ്പെടുക്കണം, ആർക്കാണറിയാത്തത് സക്കാത്ത് കൊടുക്കണം, ആർക്കാണറിയാത്തത് ഹറാമും ഹലാലും മനസ്സിലാകാത്തവർ ഇന്ന് ലോകത്തുണ്ടോ? ഓ മോമിനീകളെ, പടച്ച റബ്ബ് ചോദ്യം ചെയ്യുമെന്ന ബോധത്തോടുകൂടി ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും യാത്രയിലാണ്. ആ യാത്ര ഖബറിലേക്കുള്ള യാത്രയാണ്, മടങ്ങി വരാത്ത യാത്രയാണ്. ആ യാത്രക്കൊരുങ്ങി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, മരണത്തിന്റെ യാത്രയെക്കുറിച്ച് ബോധമുള്ള മുഅ്മിനീങ്ങളായി ഞങ്ങളെ നീ ജീവിപ്പിച്ച് മരിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളെ മജ്‌ലിസുകളെല്ലാം നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ മഹത്തായ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചവർ, ഇവിടെ വന്നു ചേർന്നവർ, ഇതിനോട് സഹകരിച്ചവർ, റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. വലിയ ബർക്കത്തുള്ള മാസമാണ് റജബും ശഅബാനും റമളാനും. നമ്മളൊരു ശഅബാനിലാണ്. അല്ലാഹു തആല ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരട്ടെ. നല്ലത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇവിടെ സ്ഥാപനം തുടങ്ങി നടത്തുന്നു. സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ വിഷമം നന്നായി അറിയാം. ഞാൻ ഏകദേശം 1989 മുതൽ 94 വരെ 5 കൊല്ലത്തോളം വെറും ഒരു ഓല ഷെഡ് കെട്ടി, ഷെഡിൽ മദ്രസയും ഷെഡിൽ പള്ളിയും, പള്ളി എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുന്ന സ്ഥലം, ഷെഡിൽ തന്നെ കോളേജും. ആ സമയത്തുള്ള പ്രയാസം എനിക്ക് നന്നായി അറിയാം. അതിന്റെ ശേഷം അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിലും പ്രയാസമുണ്ടോ തീരല്? സുബ്ഹാനല്ലാഹ്. ഇന്ന് എറണാകുളത്ത് ഇപ്പൊ വരുമ്പോ, വെള്ളുവങ്ങാട് ഇങ്ങോട്ട് വരുമ്പോ വിദേശത്ത് വിളിച്ചിട്ട് കടം ചോദിച്ചതാ. രണ്ടാളോട് കടം ചോദിച്ചാ. ഇപ്പം വരുന്ന വരുത്തി വെള്ളുവങ്ങാട് ഇവിടത്തേക്ക് എത്തുമ്പോ ഞാൻ ദുബൈന്നാ വരുന്നത്, ഇവിടെ എത്തിയിട്ട് പിന്നെയും വിളിച്ചിട്ട് കടം ചോദിക്കുകയാണ്. കാരണം സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രയാസം ചെറുതല്ല. അത് എത്രത്തോളം വിരലിന് എത്രത്തോളം തടിയുണ്ടോ വീക്കോ അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. അല്ലാഹു തആല സഹായിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് സഹായിച്ചിട്ടുണ്ടല്ലോ. അല്ലെ ഇവിടെ ഈ സ്ഥാപനം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ കുറെ കുട്ടികൾക്ക് അവാർഡൊക്കെ കൊടുത്തത് എന്തുകൊണ്ടാ? അത് അൽഹംദുലില്ലാഹ് കുട്ടികൾ പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി.
അല്ലാഹു തആല ഇനിയും പുരോഗമിപ്പിച്ചു തരട്ടെ. സിറാജുൽ ഹുദക്ക് ഇപ്പോ ഞാൻ പോയ സ്ഥലത്തൊക്കെ നേർച്ച കിട്ടിയിട്ടുണ്ട്. ഇവിടെ കിട്ടിയിട്ടുണ്ട്. വരുന്ന ബൈക്കിൽ നിന്ന് ഒരാൾ നേർച്ച ചെയ്തിന് ഫലം കിട്ടി. അതിന് വേറൊരു കാര്യത്തിനും കൂടി ഇതാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും കടമുണ്ടാവും. ഒരു മാസത്തിൽ 65 ലക്ഷം രൂപയോളം ചെലവിന് വേണം സിറാജുൽ ഹുദന്റെ ചെലവിന്. ഈ ബിൽഡിങ്ങും സ്ഥലമൊന്നും കൂടാതെ ദൈനംദിന ചെലവിന് 975 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ഖുർആൻ മനപ്പാടാക്കുന്ന മക്കളും ഇൽമു പഠിക്കുന്ന മക്കളും അതുപോലെ സ്റ്റാഫുകളും 758 സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം. ഇപ്പൊ നിങ്ങളോട് പിരിവെടുക്കാൻ പറയാന്ന് വിചാരിക്കണ്ട, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. സിറാജുൽ ഹുദന്റെ റിസീവർമാരങ്ങളൊക്കെ വീട്ടിൽ വരാറുണ്ട്. അപ്പൊ നല്ല സംഭാവന കൊടുക്കണം. റിസീവർമാർ വന്നിട്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പലതിനും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ദ്വാരക്കലുണ്ട്, എനിക്കൊന്നും കൊടുക്കാനാവില്ലല്ലോ, അള്ളാഹല്ലേ കൊടുക്കുന്നത്. അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പോ ഇവിടെ ഈ സ്ഥാപനം നിർത്താൻ അതിൻ്റെതായ പ്രയാസം അതിനുണ്ടാവില്ലേ. വലിയ കടമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. എല്ലാ കടങ്ങളും നീ വീട്ടിൽ തരണം റഹ്മാൻ. ചെറിയ കടപ്പഴും ഉണ്ടാവുകയും വേണം. ചെറിയ കടപ്പഴും ഉണ്ടാണോ എന്താ പറഞ്ഞ്? ചെറിയ കടമുണ്ടായാൽ ഇഖ്ലാസുള്ള ആളുകൾ സ്ഥാപനം നടത്തൂ. നല്ല വരുമാനം ഉണ്ടെങ്കിൽ ഇഖ്ലാസ് ഇല്ലാത്തവൻ കയറി വരും കമ്മിറ്റിയിലേക്ക്. ധാരാളം സംഖ്യ കൈകാര്യം ചെയ്യാനോ. അപ്പൊ എല്ലാവർക്കും കയറി വരണമില്ല. കട ഉണ്ടാവുമ്പോ ഇഖ്ലാസ് ഇല്ലാത്തവനും കയറില്ല. ഇഖ്ലാസുള്ളോ മാത്രമേ നോക്കാനുണ്ടാവുള്ളൂ. ഇഖ്ലാസുള്ളോ മാത്രമേ നോക്കാനുള്ളൂ. ഇഖ്ലാസ് ഇല്ലാത്തവൻ. അപ്പൊ ചെറിയ കടമൊക്കെ എപ്പോഴും വേണം. വലിയ കടത്തൊക്കെ അല്ലാഹു സലാമത്താക്കും. കടങ്ങളൊക്കെ വീട്ടുകയും വേണം. അടുത്തിലായിട്ട് മരിച്ചു പോയിരുന്നു. മരിക്കുന്നതിന് മുമ്പ് എല്ലാ കടവും അല്ലാഹു വീട്ടിൽ തട്ടെ. എനിക്കുള്ള കടം കാണാൻ ഞാൻ ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞ നിങ്ങൾ ബോധം കിട്ടും. സിറാജുൽ ഹുദന്റെ കടങ്ങൾ പേടിക്കാനൊന്നുമില്ല. സ്ഥലം എടുത്ത വകയുള്ള കടങ്ങളാണ്. അവിടെ അത് വിറ്റാല് അതിനേക്കാളും കൂടുതൽ കിട്ടും. അവിടെ പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മൾ വിൽക്കാനല്ലല്ലോ സ്ഥലം എടുക്കുക. നമ്മൾ ആവശ്യത്തിനല്ലേ എടുക്കുക. ഇവിടെ തന്നെ 3 ഏക്കർ സ്ഥലം മറ്റും എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ. 4 ഏക്കർ അൽഹംദുലില്ലാഹ്. അത് വലിയ ഭാഗ്യമാണ് സ്ഥലം എടുക്കുക എന്നുള്ളത്. കാരണം സ്ഥലം പിന്നെ കിട്ടൂല. അത് കിട്ടുമ്പോ വാങ്ങിച്ചാൽ. അപ്പോ ഇപ്പൊ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് വകയിൽ തന്നെ വലിയ കടമുണ്ട്. മറ്റേ സ്ഥലത്തിന്റെ വേറുണ്ട്. അല്ലാഹു എല്ലാം വീട്ടിൽ തരട്ടെ. അതുകൊണ്ട് നല്ല സംഭാവന തന്നെ. ഒരു നല്ല തുടക്കാര പറയാം. നല്ല നീയത്തോടു കൂടി പറയും. ഓരോരുത്തർ എത്രയും പറയാം. ഒരു 10,000, ഒരു 5,000, 2,000, 3,000. അതിന്റെ മേലോട്ട് പറ്റാണ്ടൊന്നുമില്ല കേട്ടോ. ഇവര് പറഞ്ഞ കടത്തിന്റെ സംഖ്യ പറഞ്ഞതിനെല്ലാം മേലെയാ ചോദിക്കില്ല. പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോ സമയം കുറെ പോകും. അതുകൊണ്ട് ആരാ ഒരു തുടക്കം പറയാ. നല്ല നീയത്തോടൊന്ന് പറയാ. അല്ലാഹു തആല നമുക്ക് അതിനൊക്കെ പ്രതിഫലം തരട്ടെ. കൊടുത്തുകൊണ്ട് കുറഞ്ഞൊന്നും പോല. കൊടുത്തത് കൊണ്ട് കുറഞ്ഞൂല. അതിന് പകരം അല്ലാഹു കൊടുക്കൂന്ന് അവൻ ഏറ്റെടുത്ത സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ നഖസ മാലും മിൻ സദഖ. സദഖ ചെയ്തിട്ട് ഒരു സ്വത്തും ചുരുങ്ങിപ്പോയിട്ടില്ല. ആ ചുരുങ്ങില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാ പറയാനുള്ള ഒരു തുടക്കം പറയാറെങ്കിൽ ഒരാൾ ഒരു സംഖ്യ പറയും. ആരാള് ഒരു 10,000 രൂപ, 5,000 രൂപ എത്രക്കും പറയാം. ഓരോരുത്തർ കഴിയുന്നതനുസരിച്ച്. ആരാ തുടക്കം പറയാനുള്ള സമയമില്ല. ഞാൻ വളരെ ക്ഷീണിതനാണ്. പക്ഷെ ക്ഷീണിതനാന്ന് പറയലില്ല. ഞാൻ കയറി വരുമ്പോ നമ്മളെ പ്രസംഗിച്ച ഉസ്താദ് വളരെ ക്ഷീണിതനാണ്. ഞാൻ എനിക്ക് ഏറ്റവും ക്ഷീണമൊന്നുമില്ല. ഞാൻ തമാശ പറഞ്ഞാണ്. ആരുടെ പേര് പറയും. ആരാളുള്ള ഒരു തുടക്കം പറയാൻ നല്ല നീയത്തോടെ? ആരുമില്ലേ? ഒരു 10,000 രൂപ, ഒരു 5,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആരുമില്ല. അങ്ങനെ ആവും. ആരും ഇല്ലാതെ ആരെങ്കിലും പറയും നല്ല നീയത്തോടെ. ആരാ പറയാനുള്ള? അൽഹംദുലില്ലാഹ്. തുടക്കം കുറിക്കാൻ നിങ്ങൾക്കാണ് അല്ലാഹു തആല ഭാഗ്യം തന്നത്. നിങ്ങളുടെ പേര്? അബൂബക്കർ. അബൂബക്കർ ഞാനല്ലോ എല്ലാറ്റിലും മുൻപന്തിയിലുണ്ടായാലും. അബൂബക്കർ അല്ലാഹു തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെ ഒരുമിച്ച് സാധുക്കളായ നമുക്ക് മുഴുവനും അദ്ദേഹത്തിന് എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ സമ്പത്ത് ചെലവഴിച്ചപ്പോൾ അല്ലാഹു തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിയിട്ട് പ്രത്യേക ആയത്ത് ഇറക്കിയിട്ടുണ്ട്. അതൊന്നും പറയാൻ സമയമില്ല. നല്ല നിയ്യത്ത് വേണം. അല്ലാഹു തആല നമ്മളെല്ലാവരുടെയും ഖൽബ് നന്നാക്കി തരട്ടെ. നിയ്യത്തുകളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് ആര് സഹായിക്കുന്നുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, നീ അത് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ആര് ഈ സംരംഭത്തിൽ പങ്കുചേരുന്നുണ്ടോ അവർക്ക് ഖൈറായത് നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. സർവ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാവൽ നൽകണം റഹ്മാനേ.
അവരുടെ ഞങ്ങളുടെയും വീടുകളിലും ബിസിനസ്സുകളിലും ജോലികളിലും ആയുസ്സിലും കുടുംബത്തിലും എല്ലാ രംഗങ്ങളിലും നീ ബർക്കത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനേ. സർവ്വ ശർറിൽ നിന്നും കാവൽ നൽകണം റഹ്മാനേ. വേറെ ആരാളെന്ന് പറയും, കുറച്ചാളുകളോട് പറയും. ഒരു 5000 5000 കൊടുക്കാൻ വരുന്നവർ ഉണ്ടാവൂലേ? എല്ലാവരും ഉറങ്ങിയ പോയിട്ട് ആരെങ്കിലും ഉണ്ടേ വേഗം പറയും. എന്റെ ദ്വാരക്കണം നീ ആരെങ്കിലും ഉണ്ടോ? ഒരു 5000 കയ്യിലെങ്കിൽ 3000 പറഞ്ഞോളി, 2000 പറഞ്ഞോളി. ഓരോരുത്തർ കഴിവനുസരിച്ച് കയ്യിലുള്ളവർ ഇപ്പൊ തന്നോളി. ആരെങ്കിലും ഇനി ആരുണ്ടേ പറയും. ആരെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അല്ലാഹു തആല ബർക്കത്ത് വർദ്ധിപ്പിക്കട്ടെ. ആരാളെ? ആരുമില്ലേ? ഒരു 5000 2000 3000 ഒക്കെ പറയാൻ പറ്റുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ സംശയിച്ചിരിക്കുക എല്ലാവരും. ആരെങ്കിലും നേരത്തെ കൊടുത്തു പോയിനോ? ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ആരെ കൊടുത്തോ? എല്ലാവരും കൊടുത്തു പോയിക്കോ. ഒരിക്കൽ കറന്നാണെങ്കിൽ പിന്നെ കറന്നാൻ കിട്ടൂല. അങ്ങനെ ആദ്യം കറന്നു പോയിനോ? എന്നാ പിന്നെ അവരവരുടെ കയ്യിലുള്ള എല്ലാവരും കുട്ടിയും എല്ലാവരും ഓത് ഫാത്തിഹ. നമ്മൾ മരിച്ചു പോയി എല്ലാവരുടെ പേരും താജുൽ നൂറുൽ നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ ഉമ്മ ബാപ്പമാര് ബന്ധപ്പെട്ടവർ എല്ലാവരുടെ പേരിലും ഫാത്തിഹയും സുഹൃത്ത് ഉദായിട്ട് ദ്വാരക്ക. ഒരാൾ 1000 രൂപ തന്നു. അതുപോലെ എല്ലാവരും ചോന 5000 രൂപ 1000ന്റെ നോട്ട് എല്ലാവരും കൊണ്ടുവരും. ചോന 20ന്റെ അല്ല, എല്ലാവരും 1000. ഗൾഫിൽ നിന്ന് ഒരാള് അബ്ദുറഹ്മാൻ അൽഹംദുലില്ലാഹ്. എത്ര? 2000. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ പറയട്ടെ. ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഈ സ്റ്റാൻഡ് ഇതും പോട്ടെ, ഈ വെടിയും പോട്ടെ. മരിച്ചുപോയ ബാപ്പാന്റെ മാന്റെ പേരാണ് അബ്ദുറഹ്മാൻ സംഭാവന പറഞ്ഞല്ലേ. അല്ലാഹു തആല അവരെ ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ. ഇങ്ങോട്ട് വരും. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്ത്രീകളുടെ അടുത്ത് കുട്ടികളെ പറഞ്ഞേക്കണം, അവർ സംഭാവന കയ്യിലുള്ളവർ കൊടുത്തേക്കും, അല്ലാത്തവർ ഇൻഷാ അല്ലാഹ് വാഗ്ദത്ത് ചെയ്യും പിന്നീട് കൊടുത്തേക്കും. എല്ലാവരും സംഭാവന ഇതാ. ഒരാൾ 500, ഒരാൾ 1000, അങ്ങനെ എല്ലാവരും 2000 രൂപ ഇവരുടെ പേര് എഴുതി ചോളി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അതാ 1000 രൂപ അവിടെ തരാന്ന് പറഞ്ഞു. അവരവരുടെ കയ്യിലുള്ള എല്ലാവരും കൊണ്ടിരി. അതിലിടക്ക് ഫാത്തിഹ ഇലാ ഹദ്റത്തിൻ നബി സയ്യിദുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അതെ, നേരത്തെ ഒന്നിന് ഫലം കിട്ടി, വേറൊരു കാര്യം ശരിയാണോ എന്നാണ്. അല്ലാഹു തആല സലാമത്താക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സംഭാവന എന്നവരോടൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ പറയാം. എന്റെ കൈക്ക് നല്ല വേദന, അവിടെ നിങ്ങൾ ആരും കൈ പിടിക്കരുത്. സംഭാവന ഒന്ന് വേഗം പോകണം. ചിലപ്പോൾ ഞാൻ കൈ പിടിക്കുമ്പോൾ എനിക്ക് ബേജാറാവും. പിടിച്ചിട്ട് നല്ല വേദന. അതുകൊണ്ട് എല്ലാവരും സംഭാവന തന്നിട്ട് പോവുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. നമുക്ക് ഖൈർ ചെയ്യട്ടെ. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. سراج الأنام. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇസ്ലാമിക് മീഡിയം മിഷൻ ക്ലാസ് റൂമിലൂടെ ഒരാൾ 1000 രൂപ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇതിന് സംബന്ധമായ രോഗം മാറാൻ ഒരാൾ കവർ കൊടുത്തയച്ചു. അല്ലാഹു തആല അവരുടെ രോഗം മാറ്റി കൊടുക്കട്ടെ. സിറാജ് കുട്ടിയുടെ പേര് സിറാജുൽ നീ വായിച്ചു. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരു 3 സ്വലാത്ത് വിളിച്ചു. ടി ബി ആലിക്കയുടെ ഭാര്യ ആയിഷ ബി വെന്റിലേറ്ററിലാണ്. അല്ലാഹു തആല രോഗങ്ങൾക്ക് സൂപ്പർത്തന്റെ സലാമത്താക്കട്ടെ. ദ്വാരക്കം. ബിസ്മില്ലാഹ്. 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. നമ്മുടെ സിറാജുൽ മുദരിസിന്റെ സുഖമില്ലാതെ നിംസ് ഹോസ്പിറ്റൽ അല്ലാഹു തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ പലരും മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. മരിച്ചുപോയ മുഹമ്മദ് കാക്കർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹു ഖബർ സന്തോഷത്തിലാകട്ടെ. അതുപോലെ മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും അല്ലാഹു സന്തോഷം നൽകട്ടെ. അല്ലാഹ് വളരെ സങ്കടത്തോടുകൂടി ഒരാൾ ദുബായിൽ നിന്ന് ഇന്നലെ ഏകദേശം ഈ സമയത്ത് ദ്വാരക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു അനുജൻ അദ്ദേഹത്തിനുള്ള പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ആ പ്രശ്നം നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാൻ. അതുപോലെ എത്രയോ ആളുകൾ ഓരോ സങ്കടങ്ങൾ പലരും പറഞ്ഞു. ഇവിടെ കയറി വരുമ്പോൾ ഒരുപാട് ആളുകൾ കള്ളക്കേസ് കുടുങ്ങിയവരുണ്ട്. അല്ലാഹുവേ അവരൊക്കെ നീ സലാമത്താക്കണം റഹ്മാൻ. പലരുടെയും കയ്യിൽ സംഖ്യ കിട്ടി കുടുങ്ങിയിട്ട് കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. നീ അത് സലാമത്താക്കണം റഹ്മാൻ. ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു പാസ്പോർട്ട് ജാമ്യത്തിന് വെച്ചിട്ട് പഠിച്ചവനെ ആ മനുഷ്യൻ അയാൾ നാട്ടിലേക്ക് പോയി കളഞ്ഞു. മറ്റേ ആൾ അവിടെ കൂടി. അല്ലാഹു സലാമത്താക്കട്ടെ. അങ്ങനെ ഉപകാരം ചെയ്തവർ പ്രയാസം ഉണ്ടാക്കുന്നവർ അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ. മരിച്ചുപോയ അപ്പമ്മന്റെ പേരിൽ ഒരു സ്ത്രീ 500 രൂപ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവരെ ഖബറിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا